എല്ലാവർക്കും തൽബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൂരക്കറിയാണ്. അസാധ്യ രുചിയോട് കൂടിയുള്ള ഈ കറി ഒരു തവണയെങ്കിലും ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ 600 ഗ്രാം ചൂരയിലേക്ക് കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടിയും സമം ചേർത്ത് 1 ടീസ്പൂൺ, ഫിഷ് മസാല പൗഡർ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പും, കട്ടിയുള്ള പുളികുറഞ്ഞ തൈരോ യോഗേർട്ടോ 3 ടീസ്പൂൺ, കൂടെ അരമുറി നാരങ്ങാ നീരും കൂടി ചേർത്ത് നന്നായി മസാല പുരട്ടി മീൻ മാറ്റി വെക്കുക. ഒരു 15 മിനിറ്റ് നേരമെങ്കിലും മീൻ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണേ. 15 മിനിറ്റിന് ശേഷം അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് 2-3 കറിവേപ്പില ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. അത് മിസ് ചെയ്യരുത് കേട്ടോ. അതിനുശേഷം നമുക്ക് 15 മിനിറ്റോളം മാറ്റി വെച്ച മീൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം മീൻ പൊരിച്ചു മാറ്റാനായിട്ട്. ഇനി കറി തയ്യാറാക്കാനായി ചൂടായ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായിട്ടൊന്ന് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ തീ കുറച്ചൊന്ന് കരിയാതെ പൊട്ടിച്ചെടുക്കുക. ശേഷം നെടുകെ കീറിയ 3 പച്ചമുളക് എരിവുള്ളതും 3 സവാള ചെറുതാക്കി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ചുപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് അവിടെ കിടന്നൊന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ ആദ്യം മീൻ പൊരിച്ച് മാറ്റിയ ചട്ടിയിലേക്ക് 1/2 ഗ്ലാസ് ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് കുതിരാൻ വെച്ചേക്കുക. ഈ കറിക്ക് രുചി കൂട്ടാനുള്ള ഒരു ടിപ്പാണ് ഇത്. ഇതാരും മിസ്സാക്കാതെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി വഴന്നു വന്ന ഗ്രേവിയിലേക്ക് 2 വലിയ സ്പൂൺ, അതായത് ഏകദേശം നമ്മുടെ ഒരു 25 ഗ്രാമോളം ഫിഷ് മസാലപ്പൊടി ചേർത്ത് ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആകെ ഫിഷ് മസാല പൗഡർ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത 2-ാം പാലും 1/2 ഗ്ലാസ്സിൽ കുതിരാൻ ഇട്ട് വെച്ച 2 കീറി കൊടമ്പുളിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്ന കറിയിലേക്ക് 3 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെട്ടി തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. കറി വെട്ടി തിളച്ച് വരുമ്പോൾ പൊരിച്ച് മാറ്റിയ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് 7 മിനിറ്റോളം ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചാറൊക്കെ ഒന്ന് വറ്റി നല്ല കുറുകിയിട്ട് നല്ല സെറ്റായിട്ട് വരും. ഇനി കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1-ാം പാലൊഴിച്ച് 1 മിനിറ്റ് നേരം തിളപ്പിച്ച് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ല കുറുകിയ ചാറോടുകൂടി ഇരിക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ കറി ഇരിക്കുന്നതോറും രുചി കൂടുതലാട്ടോ. എന്ത് ഡിഷിൻ്റെയും സൈഡ് ഡിഷായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാട്ടോ ഇത്. ഈ കറിയിലേക്ക് നമുക്ക് ഇനിയും ചാറ് ആവശ്യമുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറി ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.